Hi guys, welcome back to my channel Your Smile. എൻ്റെ പേര് അശ്വതി. സോ ഇത് CATയുടെ ആണ്. ഇപ്പോൾ ഇനി നടക്കാൻ പോകുന്ന സിറ്റുവേഷൻ ടെസ്റ്റ് ആണെങ്കിലും ഞാനിപ്പോൾ ഡ്രോയിങ്ങിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണമെന്നൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനെന്താണ് നമ്മുടെ CATക്ക് ചെയ്തതെന്നാണ് ഞാനിപ്പോൾ വരയ്ക്കുകയാണ്. കാരണം ബാക്കി രണ്ട് ക്വസ്റ്റ്യനും ഞാൻ ചെയ്തിട്ടില്ല. ഈ ക്വസ്റ്റ്യനായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കംപ്ലീറ്റ് ഞാൻ വരച്ച് കാണിക്കാനില്ല, പക്ഷേ അതിൻ്റെ ഒരു വേ ഓഫ് ഡ്രോയിങ്ങും എങ്ങനെയാണ് വരുന്നത് എന്നെല്ലാം കാണിക്കാൻ പോണത്. സോ ഞാനൊരു HB ഒരു 4Bയും ആണ് ഇപ്പോൾ ഇതിനകത്ത് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് കാണാം.
അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പിക്ചർ വരുന്നത് ഇതാണ്. ഇതിൽ നമുക്ക് അത്ര അധികം ഡീറ്റെയിലിംഗ് ഇല്ലെങ്കിൽ നമ്മൾ കളർ ചെയ്യുമ്പോൾ കൊടുത്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇതിനെ നിർത്തിയേക്കുന്നത്. ഫസ്റ്റ് നല്ല വെറ്റായിട്ടുണ്ടെന്ന് നമുക്ക് തോന്നണം. അവസാനത്തേക്ക് വരുമ്പോൾ ആ തുണി നമ്മൾ ഉണങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ പാറി പറക്കുമല്ലോ, അതിൻ്റെ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചത്. സോ നമ്മൾ പെൻസിൽ കളർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്തായാലും എക്സാം ഹാളിൽ നമ്മൾ കളർ ചെയ്യുക. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ പെൻസിൽ കളർ ഇല്ല, അതുകൊണ്ട് ഞാൻ വാട്ടർ കളർ എടുക്കുകയാണ്. ഡ്രൈ കളേഴ്സ് മാത്രമേ നമുക്ക് എക്സാമിന് അല്ലാവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു ബ്ലൂ കളർ ഷർട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു പോയിൻ്റ് എന്ന് പറയാനുള്ളത്, നമ്മൾ വെറ്റ് അടിക്കുമ്പോൾ നമ്മുടെ ക്ലോത്തിൻ്റെ കളർ ഡാർക്കറായിരിക്കും. സോ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു അത്യാവശ്യം നല്ല ഡാർക്ക് ബ്ലൂ ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വെറ്റ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോളറിൻ്റെ ഭാഗത്തും ബട്ടൺസിൻ്റെ ആ ഏരിയയിലും നല്ല ബ്ലൂ കളർ കൊടുക്കാൻ ശ്രമിക്കുക. ബിക്കോസ് അവിടെ വേഗം ഉണങ്ങില്ല. നമ്മൾ നെക്സ്റ്റ് പിക്ചറിലേക്ക് വരുമ്പോഴും നമ്മൾ അതുപോലെ തന്നെ ആ ഒരു കളറിൻ്റെ ഇത് ശ്രദ്ധിക്കുക. നമ്മൾ ഒറിജിനൽ ലൈഫിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ വരയ്ക്കുമ്പോഴും ആ ഒരു ലോജിക്ക് വെച്ച് വേണം വരയ്ക്കാനായിട്ട്. അപ്പോൾ കോളറിൻ്റെ അവിടെ നമ്മൾ വേഗം ഉണങ്ങില്ല, അതുകൊണ്ട് തന്നെ അവിടെ നല്ല ഡാർക്ക് കളർ രണ്ടാമത്തെ പിക്കിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. തേർഡിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം അവിടെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗവും ഏകദേശം ഒരേപോലത്തെ ഒരു കളർ കൊടുക്കുക. പക്ഷേ കോളറിൻ്റെ അവിടെ വീണ്ടും നമ്മളൊരു ഡാർക്ക് കളർ കൊടുക്കുക. ലാസ്റ്റ് പിക്ചറിൽ വരുമ്പോൾ എല്ലായിടത്തും ഒരു ഈവൻ കളർ കൊടുക്കാൻ ശ്രമിക്കുക. ബിക്കോസ് അത് മൊത്തം ഉണങ്ങി, അതുകൊണ്ട് തന്നെ അതിങ്ങനെ കംപ്ലീറ്റ് ആയി. സോ ഇതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ ഇതുപോലെ വീഡിയോ ആയിട്ട് ഇടാം. സോ ഫ്യൂച്ചർ അപ്ഡേറ്റിന് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. ബൈ.